നമ്മൾ ചിലപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിക്കായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക, പക്ഷെ ചിലപ്പോൾ നമുക്ക് കിട്ടുക കഞ്ഞിയായിരിക്കും. KC വേണുഗോപാലായിരിക്കുമോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ മെയ് 4 ഇനിയും ദിവസങ്ങൾ കിടക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറയുന്നത് കോൺഗ്രസ് തിരിച്ചു വരും എന്നുള്ളത് തർക്കമില്ല. പക്ഷേ കോൺഗ്രസ് വന്നാൽ ആര് എന്നുള്ളതാണ്. KC വേണുഗോപാൽ ആയിരിക്കും എന്ന് പറയുന്നു, VD സതീശനാവണം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഓർഡർ ചെയ്തത്, നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തത് VS അച്യുതാനന്ദനെയായിരുന്നു പണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയത് പിണറായി വിജയനെയാണ്. അതുപോലെ ഇപ്രാവശ്യം എന്തുകൊണ്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഒരു ടൈം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു 4 ഘട്ടങ്ങളായിട്ട് നമുക്കതിനെ വിലയിരുത്താൻ പറ്റും. അവസാന നിയമസഭാ പ്രസംഗത്തിൻ്റെ സമയത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞ് ഇറങ്ങിയ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അഴിമതിക്കാരൻ എന്ന് മുദ്ര കുത്തി എന്നെ നാണം കെടുത്തി ഇറക്കണമെങ്കിൽ ഇറക്കാം, പക്ഷെ ഏറ്റവും കൂടുതൽ നീതിക്ക് വേണ്ടി പോരാടി ഇറങ്ങേണ്ടി വന്ന മുഖ്യമന്ത്രി എന്ന രീതിയിലായിരിക്കും എന്നെ അറിയപ്പെടാൻ പോകുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിന് വലിയൊരു വീഴ്ച സംഭവിച്ച പിണറായി വിജയൻ അധികാരത്തിലേക്ക് വന്നു. ഈ പറഞ്ഞതുപോലെ ആമസോണിൽ ഓർഡർ ചെയ്ത VS അച്യുതാനന്ദൻ മാറിയിട്ട് അച്യുതാനന്ദനെ കാണിച്ച് അനിയത്തിയെ കെട്ടിച്ച പോലെ പിണറായി വിജയനെ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള ഈ 10 വർഷങ്ങൾക്കിടയിൽ കോൺഗ്രസ്സിൽ വലിയൊരു മാറ്റം സംഭവിച്ചത്, അതായത് KC വേണുഗോപാലിൻ്റെയൊക്കെ കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശനെ തെരഞ്ഞെടുത്തൊരു സമയം. ആ സമയം മുതൽ കോൺഗ്രസ്സിന് വീണ്ടും ഒരു ജീവൻ വെച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പുകൾ, അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഇപ്പോൾ പാർലമെൻ്ററി ആണെങ്കിലും അസംബ്ലി ആണെങ്കിലും എവിടെ വന്നിട്ടുള്ള ഓരോ ചെറിയ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഒരു സ്ഥലത്തും പുറകോട്ട് പോയിട്ടില്ല. അതിൽ വന്നൊരു വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു കഴിവ് തന്നെയല്ലേ. അല്ലാതെ അത്രയും നമുക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ നിലവിൽ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം, കുറച്ചെങ്കിലും ബോധവും വിവരമുള്ള ആളുകളുടെ അടുത്ത് ചോദിക്കണമെന്നേ ഉള്ളൂ. അവരോടത്ത് പോയിട്ട് ചോദിക്കുക, കോൺഗ്രസ്സിൽ ആരാണ് നിലവിൽ നല്ലൊരു നേതാവ്? നിസ്സംശയം ആളുകൾ പറയും തമ്മിൽ ഭേദം തൊമ്മനാണ് എന്നൊക്കെ പറയുന്നത് പോലെ തമ്മിൽ ഭേദം VD സതീശനാണെന്ന് ഒരു സംശയമില്ലാതെ ആളുകൾ ഉത്തരം പറയും. അതിന് ഇപ്പം ഐശ്വര്യ പറഞ്ഞ ഇതൊക്കെയാണ്. എന്തുകൊണ്ട് ആ ഉത്തരം കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. ഒന്നുമല്ലാതിരുന്ന കോൺഗ്രസിനെ, UDFനെ കൈപിടിച്ചുയർത്തി 2021 മുതൽ പിന്നീട് ഇങ്ങോട്ട് വന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മിന്നുന്ന വിജയം നേടിക്കൊടുത്തു. അവസാന നിമിഷം, അതായത് മുമ്പിൽ നിന്ന് കളിച്ചത് മുഴുവൻ ഒരാൾ, അവസാന നിമിഷം പുറകിലുണ്ടായിരുന്ന ബാക്ക് സ്റ്റേജിലുണ്ടായിരുന്ന കുറേ പേര് വന്നിട്ട് സ്റ്റേജിലെ പ്രധാന പ്ലെയറിനെ ചവിട്ടി മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് എത്താനുള്ള നെറികെട്ട കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇത് ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് നയിച്ചൊരു മനുഷ്യനെ മാറ്റി നിർത്തിയിട്ട് വേറെ ആരെ കൊണ്ടുവന്നാലും അത് നെറികേട് തന്നെയാണ്. ഇപ്പോൾ VD സതീശൻ മാറി വേറെ ആരവിടെ വന്നാലും നെറുകേട് തന്നെയാണ്. ഇപ്പോൾ ആദ്യത്തെ 5 വർഷം നമുക്ക് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കും. അദ്ദേഹം ഒട്ടും മോശക്കാരനായിരുന്നില്ല. ഒരുപാട് അഴിമതികളും കാര്യങ്ങളും ഒക്കെ കൃത്യമായ തെളിവുകൾ സഹിതം കൊണ്ടുവരാൻ പറ്റി. പക്ഷെ VD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നു കഴിഞ്ഞുള്ള ഒരു കാലഘട്ടം നോക്കിയാൽ നമുക്ക് ശരിക്കും രോമാഞ്ചം വരുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും, ശരിക്കും ഒപ്പോസിഷൻ അവിടെ ഒരു ശബ്ദമുണ്ട് എന്ന് നമുക്ക് തോന്നിയ വർഷങ്ങളായിരുന്നു അത്. ഇപ്പോൾ VD സതീശൻ്റെ ഓരോ പ്രവർത്തനങ്ങളും, ഇപ്പോൾ പറവൂരേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ പുനർജനി ഒരുപാട് കള്ളക്കണക്കുകളും കേസുകളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ കൊടുക്കാൻ നോക്കി. പക്ഷെ പുനർജനിയിൽ വീട് കിട്ടിയ അതും 2-3 മാസം കൊണ്ട്, ഇവിടെ വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞിട്ട് ഇത്രയും സമയമായി, ഇപ്പോഴും വീടുകൾ മര്യാദക്ക് ഒരാൾക്ക് പോലും കയറി താമസിക്കാൻ പറ്റിയിട്ടില്ല അവിടെ. പക്ഷെ പുനർജനി അന്നത്തെ ഈ പ്രശ്നം വന്നപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് പറവൂരുകാർ കേരളത്തിൽ ഭാഗ്യം ചെയ്തവരാ. അവിടെ നമ്മൾ വെള്ളപ്പൊക്കം ബാധിച്ച ഒരുപാട് പ്രദേശങ്ങളുണ്ട് കേരളത്തിൽ, പക്ഷെ അവർക്കാർക്കും ഈ പുനരധിവാസം എന്ന് പറയുന്നത് അത്ര ഈസി ആയിരുന്നില്ല. പക്ഷെ പറവൂരുകാർ കയറി താമസിച്ചു. വെറും 3 മാസം 2 മാസത്തിനുള്ളിൽ തന്നെ ഒരു വീട് മൊത്തം പണിത് തീർത്ത് അതിനകത്ത് സുഖമായിട്ട് കയറി താമസിക്കാനുള്ളൊരു ഭാഗ്യം പറവൂരുകാർക്ക് ഉണ്ടായി. അപ്പോൾ VD സതീശൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളിലും അദ്ദേഹം ഇപ്പം നടക്കുന്ന ഈ സ്റ്റണ്ടിൽ പോലും അദ്ദേഹത്തിന്റെ തലയിൽ അതുണ്ടോയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇപ്പോൾ ടൂറ് പോയി എന്നുള്ളൊരു വിവരം കഴിഞ്ഞ ദിവസം കേൾക്കാനുണ്ടായി. ഇവിടെ ആൾക്കാർ കിടന്നിട്ട് ഇപ്പോഴേ റിസൾട്ട് വരുന്നതിന് മുന്നേ KC ആയിരിക്കും, അല്ലെങ്കിൽ KC കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കേരളത്തിലെ നമ്മുടെ സാധാരണക്കാർക്കിടയിൽ നമ്മളെ അറിയുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ KC ഒട്ടും മോശക്കാരനാണെന്നല്ല പറഞ്ഞത്. പക്ഷെ നമുക്ക് ആവശ്യം ചിക്കൻ ബിരിയാണിയാണോ പഴങ്കഞ്ഞിയാണോ? എനിക്ക് കഞ്ഞി ഇഷ്ടമാണ് ഗൗതം, എനിക്ക് കഞ്ഞി ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് ഇപ്പൊ UDF തിരിച്ചു വരുമ്പോൾ നയിക്കാൻ
എന്തായാലും മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് നോക്കി തന്നെ വേണം ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കെ സി വേണുഗോപാൽ ഈ സംഘടനയുടെ ചുമതല ഉള്ള ഒരു സമയത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 2022 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് നമുക്ക് പരാജയം, UDF പരാജയം നേരിട്ടത്. അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേരിട്ട പ്രധാന തോൽവികളുടെ കണക്ക് നോക്കിയാൽ 2022 പരാജയപ്പെട്ട 5 സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗോവ, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ. ഈ 5 സ്ഥലത്തും ചുമതലയുണ്ടായിരുന്നത് കെ സി വേണുഗോപാലിന്റെ ചുമതലയിൽ ഇരിക്കുമ്പോൾ പരാജയപ്പെട്ട സ്ഥലങ്ങളാണ്. ഇവിടെ ഉത്തർപ്രദേശിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അവിടെയാണ് വോട്ട് ഷെയർ വരെ തീരെ കുറവായിരുന്നു. അത് കഴിഞ്ഞ് വന്ന പഞ്ചാബിലേക്ക് നോക്കിയാൽ ആ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്നതാണ് കോൺഗ്രസ്. എന്നിട്ട് പോലും അധികാരം നഷ്ടപ്പെട്ട് ഒരു മേജർ സെറ്റ് ബാക്കാണ് അവിടെ നടന്നിട്ടുള്ളത്. പിന്നെ ഗോവയിലാണെങ്കിൽ BJPക്കെതിരെ അവസരം ഉണ്ടായിരുന്നു ആ സമയത്ത്, എന്നിട്ടും പരാജയപ്പെട്ടു. ഒരു പോസ്റ്റ് പോൾ മാനേജ്മെന്റിന്റെ ഒരു കാര്യത്തിൽ വിമർശനം ഭയങ്കര രീതിയിൽ വന്നതാണ്. മണിപ്പൂരാണെങ്കിലും അങ്ങനെ തന്നെ സ്ട്രോങ് പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിലും വലിയ തിരിച്ചടിയെ കിട്ടിയ. ഉത്തരാഖണ്ഡിലും ക്ലോസ് ഫൈറ്റ് ആയിരുന്നു. അപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്ന സ്ഥലത്ത്, ഈ ഉത്തരാഖണ്ഡ് ഒഴികെ ബാക്കി 4 സ്ഥലത്തും പിടിക്കുമെന്ന് ഉറപ്പിച്ച സ്ഥലത്ത് തോൽവി നേരിടേണ്ടി വന്നു. അപ്പുറത്ത് ഉത്തരാഖണ്ഡിൽ BJP തന്നെ തിരിച്ചു വന്നു. പക്ഷെ ഇവിടെയൊക്കെ എന്തുകൊണ്ടാണ് ഇത് വേണുഗോപാലുമായിട്ട് ലിങ്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വേണുഗോപാലായിരുന്നു ആ സമയത്ത് AICCയുടെ ചുമതലയുണ്ടായിരുന്ന ഒരാൾ. അതായത് ഇലക്ഷൻ കോർഡിനേഷൻ, സ്ട്രാറ്റജി ഓവർസൈറ്റ്, കാൻഡിഡേറ്റ് സെലക്ഷൻ, ഇതെല്ലാം ചെയ്തത് കെ സി വേണുഗോപാലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു നേതൃപാടവത്തിൽ ഉറപ്പായിട്ടും ഇപ്പൊ ഇത്രയും വരുന്നുണ്ട്. അതേ സമയത്താണ് ഒപ്പോസിഷൻ ലീഡറായിട്ട് കേരളത്തിൽ നിന്ന VD സതീശൻ വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കെ സുധാകരൻ കണ്ണൂരുകാരനാണ്, അതെ, കെ സി വേണുഗോപാലും കണ്ണൂരുകാരനാണ്. ഇപ്പൊ കെ സുധാകരനാണ് KCയെ, ഇപ്പൊ അവസാനം അദ്ദേഹം പറഞ്ഞത് KC ആകണം, ഞാൻ ഗാർഗയെ കണ്ടിട്ട് KCക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്നുള്ളതാണ്. അദ്ദേഹം മത്സരിക്കാൻ പറ്റിയില്ല കെ സുധാകരൻ ഇത്തവണ. 3 തവണ ആണയിട്ടൊക്കെ ആദ്യം വലിയ പിടിവാശി കളിച്ചതാ, മത്സരിക്കും. അവസാനം ഡൽഹി പോയിട്ട് തിരിച്ച് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കാറിൽ നിന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, ഞാൻ എത്രയോ ചെറുത്, പാർട്ടി എത്രയോ വലുതാണ് എന്നുള്ളതാണ്. അപ്പം ഉള്ളിൻ്റെ ഉള്ളിലൊരു പക ആർക്കുണ്ട്? കെ സുധാകരനുണ്ട്. ആരോടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ഗെയിമാണ് കൃത്യമായിട്ട് ഇവിടെ കളിക്കുന്നത്. ഇതിന് പിന്നിൽ ചരട് വലിക്കുന്നത് ആരാണ്? KC വേണുഗോപാൽ ആണോ എന്നുള്ളതാണ് ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പരാജയങ്ങൾ മറ്റ് സംസ്ഥാനത്ത് കോൺഗ്രസ്സിന് വാഗ്ദാനം ചെയ്തു കൊടുത്ത ഒരു വലിയ നേതാവാണ് KC വേണുഗോപാൽ. അങ്ങനെ ഒരു നേതാവിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് ചിക്കൻ ബിരിയാണിയോട് ചെയ്യുന്ന, ചിക്കൻ ബിരിയാണി ആഗ്രഹിച്ച് നടന്ന ജനങ്ങളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്നത് പോലെയായിരിക്കും. ഇപ്പം VD സതീശന് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് 2-3 ദിവസം മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പരാമർശത്തിൻ്റെ പേരിൽ യൂത്തിൻ്റെ ഒരുപാട് വോട്ട് കിട്ടി. അദ്ദേഹം പറഞ്ഞത് ഈ വണ്ടി മോഡിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പിള്ളേരുടെ ഇഷ്ടമല്ലേ, അവർക്ക് പല തോന്നലുകളൊക്കെ ഉണ്ടാകും, അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ എന്തും ചെയ്തോട്ടെ. ഈ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ടായി. ഒരുപാട് യൂത്തന്മാരാണ് അതുവരെ VDക്ക് വോട്ട് ചെയ്യരുതെന്ന് അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ മുഴുവൻ മാറി ചിന്തിച്ച്, അപ്പം ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള ആളുകളെ കയ്യിലെടുക്കാനുള്ള വളരെയധികം മിടുക്കും തന്ത്രവും VD സതീശൻ്റെ പക്കലുണ്ട്. അപ്പം UDF അധികാരത്തിൽ വരുമ്പോൾ VD സതീശനാണ് നേതൃത്വത്തിലെങ്കിൽ കേരളം ഒരു സേഫ് കയ്യിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉറപ്പായിട്ടും ഇന്റർനാഷണൽ കോൺഗ്രസ്സിൽ ശരിക്കും ഗ്രൗണ്ട് ലെവലിൽ ഏറ്റവും കൂടുതൽ ഒരു ഓർഗനൈസേഷൻ സ്കില്ലും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ KC ഒട്ടും മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മുടെ കേരളത്തിലെ ഇത്രയും രീതിയിൽ ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലെ പ്രവർത്തനങ്ങൾ ഭയങ്കര ശക്തമാണ്. ശരിക്കും VD സതീശനെ അറിയാത്ത ആൾക്കാരില്ല. അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ശരിക്കും ചത്ത് കിടന്നൊരു കുറച്ച് സമയം ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്നും കോൺഗ്രസ് ഇപ്പം ഇത്രയും തെരഞ്ഞെടുപ്പുകൾ അതിനുശേഷം വന്നതിലൊക്കെ ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഒരു ജയം തന്നെയാണത്. അല്ലാണ്ട് ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം ഇതിൽ വന്ന് കുത്തിയതല്ല. കോൺഗ്രസിന് കഴിവുണ്ട് എന്ന് കണ്ടിട്ട് കുത്തിയവരാണ്. അപ്പം അങ്ങനെ കഴിവുണ്ട് എന്ന് തെളിയിക്കാൻ പ്രവർത്തിച്ച മനുഷ്യനാണ് VD സതീശൻ. എന്തായാലും കഞ്ഞി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം തന്നെയാണ്. ചിക്കൻ ബിരിയാണി പോലെ തന്നെ കഞ്ഞി വളരെ ഹെൽത്തിയാണ്, ഒരുപാട് ഡൈജഷനുമൊക്കെ സഹായം ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് ഈ കഞ്ഞി എന്ന് പറയുന്നത്. പക്ഷേ ജനം കഞ്ഞിയാണോ ആഗ്രഹിച്ചിരുന്നത് എന്നുള്ളതാണ് ചോദ്യം.
ഇവിടെ ഇവരിൽ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വരുമ്പോഴത്തേനും ഇത് ആരെങ്കിലും പേഴ്സണലി നമ്മൾ കഞ്ഞി അന്ന് അല്ല വിളിച്ചതാണ് ഞാൻ കഞ്ഞി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതെ, തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ ഇവിടെ നമ്മൾ ഈ രണ്ട് നേതാക്കന്മാരുടെ ഈ ഒരു സാധ്യതകൾ എടുത്ത് നോക്കുമ്പോൾ വീഴ്ചകളാണ് ഇവിടെ പരിശോധിക്കപ്പെടേണ്ടത്. രണ്ടുപേരുടെയും വീഴ്ചകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ വേണുഗോപാലിന് അദ്ദേഹത്തിന് ജ്യോതിരാദിത്യ സ്കിൻഡിയ ഉണ്ടല്ലോ, മധ്യപ്രദേശ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗമാണ് ആ ഒരു സമയത്ത് അതായത് KCയുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു ടൈമിൽ വലിയൊരു വിഭാഗമാണ് BJP 2020 മാറിയത്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നേതാവ് BJPയിൽ ചേർന്നു. അത് 2021 22 UPയിൽ നിന്ന് BJPയിലേക്ക്. പിന്നെ 2022 തന്നെ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി ഗുലാം നബി ആസാദ് രൂപീകരിച്ചത്. കപിൽ സിബൽ കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായതും 2022 തന്നെയാണ്. ശരിക്കും അശ്വനി കുമാർ കോൺഗ്രസ് വിട്ടത് 2022 അങ്ങനെ പലരും ഹൈക്കമാൻഡ് കൾച്ചർ, ലീഡർഷിപ്പ് വാക്വം, സ്റ്റേറ്റ് ലെവൽ കോൺഫ്ലിക്ട്സ് ഇതൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലയളവായിരുന്നു KCയുടെ അണ്ടറിൽ അല്ലെങ്കിൽ KCയുടെ ചുമതലയിൽ നിൽക്കുമ്പോഴായിരുന്നത്. അപ്പം അതും ഇതും തമ്മിൽ നമ്മൾ ഉറപ്പായിട്ടും നോക്കിയേ പറ്റുള്ളൂ. ഉറപ്പായിട്ടും ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് വേണം നേതാക്കൾ അല്ലെങ്കിൽ ഇവരുടെ നേതൃത്വം അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി ഒരുപാട് വലുതാണ്, ആര് വരണം എന്നുള്ളത് അവരുടെ പാർട്ടിയുടെ തീരുമാനം തന്നെയാണ്. പക്ഷെ ജനങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ഈ പാർട്ടി വരുമ്പോൾ നമ്മൾ ഗൗതം പറഞ്ഞതുപോലെ സേഫ് ഹാൻഡിലാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരാളെ തന്നെയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അതൊരിക്കലും VD അല്ല എന്നെനിക്ക് തോന്നുന്നില്ല. ചിക്കൻ ബിരിയാണി ജനം ആഗ്രഹിക്കുന്നുണ്ട്. ഗൗതമിനും ചിക്കൻ ബിരിയാണി കിട്ടട്ടെ.